കുടിയേറ്റത്തിന്റെ മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചക്രമുടിയിലെയും പരുന്തുംപാറയിലെയും അടക്കമുള്ള കയ്യേറ്റങ്ങളിൽ നടപടിയെടുത്തു. 295.16 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മന്ത്രിയുടെ മറുപടി. കുടിയേറ്റത്തിന്റെ മറവിൽ നടക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഈ ഗവൺമെന്റിനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടിയിലും പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയിലും നടന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ സമീപനം തന്നെ വ്യക്തമാക്കുന്നതാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ ഇടുക്കിയിൽ 295.16 ഏക്കർ ഭൂമി കയ്യേറ്റമൊടുപ്പിച്ച് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കയ്യേറ്റത്തിലൂടെ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ പറഞ്ഞു. വലിയ ലോബിയാണ് ഇതിന് പിന്നിലുള്ളത്. സർക്കാർ അവർക്ക് പിന്തുണ നൽകുന്നുവെന്നും കുഴൽനാടൻ പറഞ്ഞു. വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടക്കുകയാണ്. സർക്കാർ ഭൂമിക്ക് 1964, 65, 68, 71 ഒക്കെ വ്യാജപ്പട്ടയമുണ്ടാക്കി ഈ ഭൂമി വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പാണ് കയ്യേറ്റ ലോബി നടത്തുന്നത്. ഈ വ്യാജപ്പട്ടയങ്ങൾ ഉണ്ടാക്കിയും ക്രയവിക്രയം അഭംഗുരം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നില് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുവെന്നും ആ ലോബിക്ക് ഈ സർക്കാരിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുവെന്നും. നിയമസഭയിൽ നിന്നും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, ഈ ചക്രമുടിയിലെയും പരുന്തുംപാറയിലെയും കയ്യേറ്റങ്ങളാണ് നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് വിഷയമായത്. നേരത്തെ തന്നെ പരുന്തുംപാറയിൽ ഈ അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റം കണ്ടെത്തുകയും ആ കയ്യേറ്റത്തിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ആ നടപടികളെ പ്രതിരോധിക്കുന്നതിനായി പരുന്തുംപാറയിൽ കുരിശ് സ്ഥാപിക്കുന്ന ഒരു നടപടിയെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് അടിയന്തര പ്രമേയ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് നിയമസഭയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് നിയമസഭയിൽ ഉണ്ടായ ഇന്നത്തെ വിഷയങ്ങൾ, അതുപോലെ തന്നെ പ്രതികരണങ്ങൾ എന്തെല്ലാമായിരുന്നു? വിശദാംശങ്ങൾ. ഇടുക്കി ജില്ലയിലെ വൻകിട ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചുള്ള നിയമസഭയിലെ അടിയന്തര പ്രമേയമാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. മലയോര ജനതയിൽ ഭൂമി കയ്യേറ്റം ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്നും സാധാരണക്കാർക്ക് പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഇടുക്കി ജില്ലയിൽ തന്നെയെന്നാണ് മന്ത്രി കെ രാജൻ മറുപടി നൽകിയത്. 8 വർഷത്തിനിടയിൽ 50,000-ലധികം പേർക്ക് പട്ടയം നൽകിയെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ചൊക്രമുടിയിലും അതോടൊപ്പം പരുന്തുംപാറയിലടക്കം നിരവധി പ്രദേശങ്ങളിൽ വ്യാപകമായ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണെന്ന് മന്ത്രി സമ്മതിച്ചു. പക്ഷേ അതിനെ കൃത്യമായി സർക്കാർ നടപടിയെടുത്തുവെന്നും ഭൂമി ഒഴിപ്പിക്കേണ്ട ഇടങ്ങളിൽ ഒഴിപ്പിച്ചുവെന്നാണ് മന്ത്രിയുടെ മറുപടി. 295.16 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചു എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. അനധികൃതമായി ഭൂമിക്ക് കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ കൃത്യമായി നടപടി സ്വീകരിച്ചുവെന്നാണ്. പട്ടയ വിതരണം ഉത്തരവ് വരുന്നവരെ നിർത്തിവെക്കുന്നത് കോടതി ഉത്തരവുള്ളതുകൊണ്ട് ഇപ്പോൾ പട്ടയ വിതരണം നിലവിൽ നിലച്ചിരിക്കുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് പട്ടയം നൽകാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ മറുപടി. എന്നാൽ മാത്യു കുഴൽനാടൻ MLA ഇത് പീരുമേട് അടക്കമുള്ളിടത്തും പലയിടത്തും വ്യാപക കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് പട്ടയം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അത് എങ്ങനെയാണ് നടത്തിയതെന്നും ഇതിന് പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാർ വീട്, ചെറുകിട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിർമ്മാണം നിയന്ത്രിച്ചുവെന്നും പിന്നീട് അത് 8 വില്ലേജുകളായി നിയന്ത്രിച്ച് ഒരു പരിധിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് അടക്കമുള്ള ആക്ഷേപം ഉയർന്നു. എന്നാൽ ഈ NOC അടക്കമുള്ളത് നൽകുന്നത് പട്ടയം കൃത്യമായി നൽകാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഏകോപനം നൽകാനും വേണ്ടിയാണെന്നാണ് മന്ത്രിയുടെ മറുപടി. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. കയ്യേറ്റക്കാരെയും രണ്ടായി കാണണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇടുക്കിയിൽ കയ്യേറുന്നുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പരുന്തുംപാറ, വാഗമൺ എന്നിവിടങ്ങളിലെല്ലാം വ്യാപക കയ്യേറ്റമാണെന്നും വ്യാജ പട്ടയം ഉണ്ടാക്കി ഭൂമി കയ്യേറ്റം നടന്നു വരികയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കയ്യേറ്റക്കാർ പാറ വരെ പൊട്ടിച്ച് റോഡ് പണിയുന്ന സാഹചര്യമുണ്ട്. അതിൽ സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചു. ഇതിനുള്ള പ്രധാന കാരണം സർക്കാർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പലതും കണ്ടില്ല എന്ന് നടിക്കുന്നതെന്നും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് വലിയ രീതിയിൽ പ്രതിഷേധാത്മകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാരിന് എടുക്കാൻ സാധിക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൌട്ട് ചെയ്തിറങ്ങുകയായിരുന്നു. അതില്ല